പുള്ളിക്കടവിലും കടവിലും പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി. നല്ലത് കാണാനൊന്നും ആരുമില്ല. വർഗീയത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വർഗീയത ഞാൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. വർഗീയത എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആളുണ്ട് അതങ്ങനെ പണ്ട് ഈ പുള്ളിക്കടവിലും കടവിലും പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി. നല്ലത് കാണാനൊന്നും ആരുമില്ല. ഒരു മനുഷ്യല്ല മനുഷ്യൻ. ഇനിയിപ്പോ അത് ഏതോ രാഷ്ട്രീയ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. അല്ലാതെ പിന്നിലും കൂടിയിട്ടുണ്ടാവും. ഇവന്റിൽ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ ഈ പറഞ്ഞതിന് വലിച്ചു നീട്ടി ആവശ്യമില്ല. പബ്ലിസിറ്റി ആയി 1 ലക്ഷം. ഓന്റെ മനാഫിന്റെ യൂട്യൂബില് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അത്രേ. പിന്നെ എത്ര ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടിരുന്നു. ഒരു യൂട്യൂബ് ഒരു കണക്ഷനും ഞാൻ കരുതില്ല. കാരണം ഒരു സോഷ്യൽ ചാനൽ തുടങ്ങിയിട്ടാല് അത് അവന്റെ കഴിവ്. അതെ പ്രവൃത്തിയുടെ ഗുണം. അതെ, തീർച്ചയായിട്ടും. അതെ അതിപ്പോ അവനേതല്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അനാവശ്യമായി അനക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ, അനക്ക് 2000 കിട്ടുന്നുണ്ട്. ഇതിന് എന്തൊക്കെ പണിയുണ്ടെന്ന് ആർക്കറിയാം? അവർക്കറിയില്ലല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വർഗീയത വേണോ? വർഗീയത വേണോ അതോ മനുഷ്യത്വം വേണോ? ഏതാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർഗീയത പറയാൻ തുടങ്ങിയ, അല്ലെങ്കിൽ എനിക്ക് വർഗീയത പറയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഫോണ് കൂടി തല്ലിപ്പൊട്ടിക്കും. അത്രയും വലിയ വർഗീയത എൻ്റെ ചിന്തകളിലൂടെ പോകുന്നുണ്ട്. അത് ഞാൻ കണ്ട് പറയുന്നില്ല. ഇപ്പോൾ മനാഫും അർജുനുമാണ് പ്രശ്നം. മനാഫിന് അർജുനെ പറ്റില്ല, അർജുനെ മനാഫിനെ പറ്റില്ല. അല്ല, ആദ്യം അർജുനും മനാഫും ഒന്നായിരുന്നില്ലേ? ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. പക്ഷേ എങ്ങനെയാണ് പറയേണ്ടത് അറിയോ? ചില തീട്ട ചിന്തകൾ. അല്ല, എന്താ അങ്ങനെയൊക്കെ വിചാരം? ഞാനത് ചോദിക്കട്ടെ, അർജുന് മരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 82-90 ദിവസമായി. അയാളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി. അയാൾക്കിപ്പോൾ വേറെ ഏതോ ഗ്രഹത്തിൽ അയാൾ ഒരു പുതിയ ജീവനായിട്ട് ജീവിച്ച് തുടങ്ങാവും. ഇവിടെ ചിത കത്തി തീരുന്നതിന് മുന്നേ വർഗീയത ഉണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാണ്ടെന്ന് അറിയോ? അല്ലെങ്കിൽ നിങ്ങൾ മനാഫിനെ സഹായിച്ച ആ യൂട്യൂബറിൻ്റെ ഒരു ചാനലിൽ ഓപ്ഷൻ കൊടുക്കുന്ന ഒരാളുണ്ടാവും. അയാൾക്ക് വിളിക്കുക, എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു എന്ന്. യൂട്യൂബിൽ കാശ് ഉണ്ടാക്കണേ നല്ല പണിയാട്ടോ മക്കളെ. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന മാതിരിയല്ല. ഇത് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തും പറമ്പിലും പോയി കിളക്കണ അതേപോലെയാണ്. ശരീരം, വാക്കും, മനസ്സും, ചിന്തി എല്ലാതും വേറെ രീതിയിലാണ് പോകേണ്ടത്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ അവിടെ ഇതിപ്പോൾ ഞാൻ മറ്റൊരാളെ വീഡിയോ കാണുകയാണെങ്കിലും ഇത് പ്രവർത്തിക്കണമെങ്കിൽ നല്ല പണിയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ വാർത്താ ചാനലിലൊക്കെ വാർത്ത വായിക്കുന്ന AC ഇട്ട പ്ലാറ്റ്ഫോമിലാണ്. അവരവിടെ ഇരുന്നിട്ട് അർജുൻ അതാണ്, അർജുൻ ഇങ്ങനെയാണ്, മനാഫ് അങ്ങനെയായിരുന്നു, നിങ്ങളിങ്ങനെയായിരുന്നു, നിങ്ങളിത് കാണുക പ്രേക്ഷകരെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാരെ കൂട്ടും. ആർക്കാണ് വ്യൂവേഴ്സ് കൂടുക? ആർക്കാണ് കാശ് കിട്ടുക? അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ശരിക്ക് നിങ്ങൾ തന്നെയാണോ പൊതുജനം കഴുതയാണ് സാറേ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. 24 ആണോ ഇനി ഏത് തേങ്ങയാണോ അറിയില്ല.
ഇവർക്കൊക്കെ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം സുഹൃത്തുക്കളെ. അല്ലാതെ നിങ്ങൾ അർജുനും മനാഫിനെതിരെ കമൻ്റ് ഇടുക, ആവശ്യമില്ലാത്ത കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. അത് തെറ്റാണത്, വളരെ തെറ്റാണ്. നിങ്ങൾക്കും ഒരു സാഹചര്യം വരും, ഇല്ലെങ്കിൽ ദൈവം വരുത്തും. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ആദ്യം അർജുൻ്റെ ബോഡി കിട്ടട്ടെ. മനാഫ് ആ കുടുംബത്തിന് വേണ്ടി സഹായം ചെയ്തു. ഇപ്പോൾ ഒരാൾ ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യമാരോ ഇല്ലെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ ഇല്ലെ എൻ്റെ ഭാര്യയോ ഇല്ലെ എൻ്റെ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ? അവരതോടുകൂടി മരിക്കുകയാണോ? ഇതെന്താ സതി എന്നൊട്ടൊരു ആചാരം ഉണ്ടായിരുന്നു പണ്ട്. ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യ ചിതയിൽ ചാടി ചാവണമെന്ന്. അതേപോലെയാണ് ഇപ്പോൾ കേരളം പോണത്. സത്യമായിട്ടും പറയാം, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒരിക്കലും. നമ്മുടെ കേരളം ഒരുപാട് മാറാൻ കിടക്കണം. എന്തായാലും നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഒന്നും പോകരുത് സുഹൃത്തുക്കളെ. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ.